ഇന്ന് ഞാൻ എപ്പോഴും വീഡിയോ എടുക്കുന്ന ഒരു ടൈമിലല്ല ഞാൻ വീഡിയോ എടുക്കുന്നത് ബിക്കോസ് ഞാനൊരു വീഡിയോ കണ്ടു അപ്പം തന്നെ എനിക്ക് അതിനെതിരെ പ്രതികരിക്കണം റിയാക്ട് ചെയ്യണം എന്ന് തോന്നിയിട്ടാണ് ഞാൻ ഇപ്പോൾ ഈ ഒരു വീഡിയോ എടുക്കുന്നത്. കാരണം കുറച്ച് സമയം കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്ക് ഈ ഒരു ദേഷ്യം അല്ലെങ്കിൽ ആ ഒരു ഫ്രസ്ട്രേഷൻ എനിക്ക് കാണത്തില്ല. അപ്പോൾ എനിക്ക് പറയാനുള്ളതൊക്കെ ഒന്ന് ഫുൾ പറയാൻ പറ്റത്തില്ല. സോ അതുകൊണ്ടാണ് ഇത് പറഞ്ഞേ പറ്റുള്ളൂ. കാരണം ഞാൻ ഇന്നൊരു വീഡിയോ കാണുകയുണ്ടായി നമ്മുടെ അസ്ലാം ആലിയനെ കുറിച്ച്. അപ്പം എൻ്റെ സൗണ്ടിലും പിന്നെ എൻ്റെ വീഡിയോ ക്വാളിറ്റിയിലും കാര്യങ്ങളും ഒക്കെ പ്രശ്നങ്ങളുണ്ടായിരിക്കും. ആൻഡ് ഈ വീഡിയോയുടെ ഇൻ ബിറ്റ്വീൻ ഞാൻ പല വേർഡും നോർമലി ഞാൻ സംസാരിക്കുന്നതിനേക്കാൾ കൂടുതൽ പറയുമായിരിക്കും. അപ്പം നിങ്ങളതൊക്കെ ഒന്ന് ക്ഷമിച്ച് കേൾക്കണം കേട്ടോ. അപ്പോൾ നമുക്കറിയാം അസ്ലാം ആലി എന്ന് പറയുന്നത് ഒരു ഫേമസ് ആയിട്ടുള്ള ഒരു ഇൻഫ്ലുവൻസറാണ്. അപ്പോൾ അവരിപ്പോൾ കല്യാണമൊക്കെ കഴിഞ്ഞ് ഒരു കുഞ്ഞുണ്ട്. അപ്പോൾ കുഞ്ഞിനിപ്പം 1 വയസ്സാകാൻ പോകുന്നതേ ഉള്ളൂ. സോ കുഞ്ഞിന് പാല് കൊടുക്കുന്ന ഒരു അമ്മയാണ് അവർ. അപ്പോൾ അവർ കഴിഞ്ഞ ദിവസം ഇൻസ്റ്റയിൽ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ആ വീഡിയോനെ കുറിച്ച് പറയാൻ ആക്ച്വലി ഞാൻ വേറെ ഫോണൊന്നും എൻ്റെ കയ്യിലില്ല. ഓൾറെഡി ഞാൻ വീഡിയോ കണ്ടിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ഈ ഫോട്ടോസും കാര്യങ്ങളും കമൻറ്റും എല്ലാം ഞാനിവിടെ കൊടുത്തു വിടാം. ഓക്കെ, ഇൻ ബിറ്റ്വീൻ ഇവിടെ ഞാൻ കൊടുത്തു വിടാം. ഓക്കെ, അപ്പോൾ അവർ ഒരു വൾഗറും ഇല്ലാതെ ഒരു ചുരിദാറാണ് നമ്മൾ എപ്പോഴും പറയാറുള്ള വൾഗർ ഇല്ലാത്തൊരു ഡ്രസ്സ്, ചുരിദാർ സാരി എന്നാണ് ഏറ്റവും കൂടുതൽ എല്ലാവരും പറയുന്നത്. ഓക്കെ, അപ്പോൾ അവർ ജീൻസ് പോലും അല്ല അവരിട്ടത്, അവരൊരു ചുരിദാർ ഇട്ടുകൊണ്ടാണ് അവർ ആ വീഡിയോ ചെയ്തത്. ഓക്കെ, അതിനകത്ത് വന്ന കമൻറ്റുകളൊന്ന് കാണണം. ആക്ച്വലി എന്നെയാണ് എൻ്റെ കമൻറ്റ് ബോക്സിലായിരുന്നു ഇങ്ങനൊരു കമൻറ്റ് വന്നെങ്കിൽ ഞാൻ അവൻ്റെ അപ്പനും അമ്മയ്ക്കും അമ്മൂമ്മയ്ക്കും വേറെ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്കും വരെ വിളിച്ചിട്ട് ഞാൻ റിയാക്ഷൻ വീഡിയോ ചെയ്യുള്ളൂ. അവരൊരു റിയാക്ഷൻ വീഡിയോ ചെയ്തിട്ടുണ്ട്, പക്ഷെ ആർക്കും ഭയങ്കര മാന്യമായിട്ടുള്ള രീതിയിലാണ് അവർ ചെയ്തത്. അപ്പോൾ ആ വീഡിയോ കണ്ടപ്പോൾ എനിക്ക് തോന്നി അവരിങ്ങനെ കൊടുത്താൽ പോരാ. എൻ്റെ വീഡിയോ ഒത്തിരി ആൾക്കാരൊന്നും കാണുന്ന വലിയ റീച്ചുള്ള ചാനലൊന്നുമല്ല. ഒരു 10 പേരെങ്കിലും അല്ലെങ്കിൽ 10 പേരിലെങ്കിലും എത്തിക്കഴിഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയെങ്കിലും അവന്മാരൊക്കെ ഒന്ന് കാണാൻ പറ്റും. എനിക്ക് പറയാനുള്ള ഞാൻ പറയും. ആക്ച്വലി ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, നീയൊക്കെ ജനിച്ചത് എങ്ങനെയാ? ഈ ഭൂമി പിളർന്നു വന്നിട്ട് നീയൊക്കെ ജനിച്ചതൊന്നും അല്ലല്ലോ. നീയൊക്കെ എന്തായാലും ഒരു അമ്മയുടെ വയറ്റിൽ നിന്ന് തന്നെയാണല്ലോ വരുന്നത്. ആ അമ്മയെ നോക്കി നീയൊക്കെ ഇങ്ങനെ പറയുമോ? പിന്നെ കറക്കാറായ പശുവാ അല്ലെങ്കിൽ പാലും കൊണ്ട് നടക്കുക എന്ന് നീയൊക്കെ പറയുമോ? നീയൊക്കെ എന്താ ചെളിമണ്ണ് കുടിച്ചിട്ടാണോ വളർന്നത്? അതോ നീയൊക്കെ ജ്യൂസ് കുടിച്ചിട്ട് അല്ലെ ഷേക്ക് കുടിച്ചിട്ടാണോ നീയൊക്കെ വളർന്നു വന്നത്? അല്ലല്ലോ, നീയും ഒരു അമ്മയുടെ മുലപ്പാൽ കുടിച്ച് തന്നെ ആയിരിക്കുമല്ലോ നിങ്ങളൊക്കെ വളർന്നു വന്നത്. പിന്നെ അതിൽ എനിക്ക് ഏറ്റവും കൂടുതൽ ദേഷ്യം തോന്നി, ഇത്രയും ആണുങ്ങൾ കമൻറ്റ് ചെയ്തിട്ടും ഒരു പെണ്ണ് വന്ന് കമൻറ്റ് ചെയ്തിരിക്കുന്നു ഒരു ഷാൾ ഇട്ട് വീഡിയോ ചെയ്തുകൂടെ എന്ന്. അപ്പം ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, നിങ്ങളപ്പോൾ എവിടെയെങ്കിലും ഇറങ്ങുമ്പം കണ്ണും മൂടി മുഖവും മൂടി മൊത്തം മൂടി കെട്ടിയാണോ നടക്കുന്നത്? അല്ലല്ലോ. നിങ്ങളുടെ മക്കളുണ്ടെങ്കിൽ നിങ്ങൾ അങ്ങനെ മൂടിക്കെട്ടി നടത്തുവോ? ഇല്ലല്ലോ. അപ്പം ഇവനൊക്കെ ഷോൾ ഇട്ട് നടന്നു കഴിഞ്ഞാൽ ആ ഷോൾ എങ്ങനെയും മാറ്റിയ അപ്പം ഇവൻ്റെയൊക്കെ വീട്ടിൽ ഇവൻ്റെ അമ്മയും പെങ്ങളും ഷോൾ ഇട്ടിട്ടാണോ ഇരിക്കുന്നത്? ഈ കമൻ്റ് ഇട്ടവന്മാരുടെ വീട്ടിലെ അമ്മയും പെങ്ങളും ഒക്കെ ഷോൾ ഇട്ടിട്ടാണോ ജീവിക്കുന്നത്? അതാണ് എനിക്ക് അറിയേണ്ടത്. അപ്പോൾ അവന്മാർ ആ ഷോൾ മാറാൻ വേണ്ടി നോക്കിയിരിക്കുമല്ലോ. ഇവിടെ അവരൊരു വൾഗറായിട്ടൊരു വീഡിയോ അല്ല ചെയ്തത്. ഇപ്പം നമ്മളൊക്കെ എത്രയും സ്ത്രീ ശാക്തീകരണം അല്ലെങ്കിൽ എന്താ പറയുക സ്ത്രീകൾക്ക് വേണ്ടി ഇപ്പം ഈവൻ ഞാനാണെങ്കിൽ പോലും ജാസ്തി ഒക്കെ സ്ത്രീയെ അപമാനിച്ചു അങ്ങനെ ചെയ്തു എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ഘോര പ്രസംഗിക്കുമ്പം ഇതുപോലെയുള്ള കുറേ അവന്മാരുണ്ട്. ഇവന്മാരുടെയൊക്കെ കയ്യിൽ ഒരു പെണ്ണെന്ന് എഴുതിയ ഒരു പ്രതിമ കൊടുത്തു കഴിഞ്ഞാൽ തന്നെ അവന്മാരുടെയൊക്കെ കടി തീരും. ആക്ച്വലി അത് മതി അവന്മാരുടെ സംഭവം കഴിയാനായിട്ട്. അല്ലാതെ വേറെ ഒരു പെണ്ണ് വേണമെന്ന് തന്നെ ഇല്ല. ഇവന്മാരുടെയൊക്കെ എനിക്ക് കുട്ടികളൊന്നുമില്ല, പക്ഷേ ഇൻ ഫ്യൂച്ചറിൽ ഞാൻ ഒരമ്മയാകുമ്പം എനിക്ക് ഭയമുണ്ട്. എനിക്കൊരു പെൺകുട്ടി ഉണ്ടാവുകയാണെങ്കിൽ എനിക്ക് ഭയമുണ്ട് അതിനെ വളർത്താൻ. ഈ ലോകത്ത് ഈ കേരളത്തിൽ വളർത്താൻ എനിക്ക് ഭയമുണ്ട്. കാരണം മലയാളികളാണ് കമൻ്റ് ഇട്ടിരിക്കുന്നത്, മലയാളികൾ തന്നെയാണ് കമൻ്റ് ഇട്ടിരിക്കുന്നത്. അതാണ് എനിക്ക് നമ്മൾ മലയാളികൾ ഭയങ്കര സ്ത്രീത്വമാണ്, ഭയങ്കര അമ്മയാണ്, മറ്റതാണെന്ന് പറഞ്ഞ് കുറേ ആൾക്കാർ ഇവിടെ കിടന്ന് പ്രസംഗിക്കുമ്പം ഒരു അമ്മ സംസാരിക്കുമ്പം അവരുടെ മാറിടത്തിലേക്ക് നോക്കി ഇങ്ങനെയോളം കമൻ്റ് ഇടുന്നവന്മാരൊക്കെ ഏത് വർഗത്തിലുള്ളവന്മാരാണെന്ന് എനിക്ക് ചോദിക്കാനുള്ളത്. നീയൊക്കെ എങ്ങനെ വന്നു? നീ നിൻ്റെ അമ്മേനെ നോക്കിയിട്ട് നീ ഇതൊക്കെ പറയുമോ? അല്ലെങ്കിൽ നീ നിൻ്റെ ഒക്കെ അമ്മയെ നോക്കുമ്പോൾ നിൻ്റെ ഒക്കെ അമ്മയുടെ മാറിടത്തേക്കാണോ നീയൊക്കെ നോക്കുന്നത്? ആണോ? നിൻ്റെ പെങ്ങളുടെ അങ്ങനെയാണോ? ഇല്ലെങ്കിൽ നിൻ്റെയൊക്കെ വീട്ടിലിരിക്കുന്ന പെങ്ങളെയോ അമ്മയോ ഒക്കെ മറ്റുള്ളവരിങ്ങനെ പറയുമ്പോഴായിരിക്കും ചിലപ്പോൾ നിനക്കൊക്കെ അത്രയ്ക്ക് ഫീലിങ്സ് ഉള്ളത്. ഇതിപ്പോൾ പബ്ലിക് പ്ലാറ്റ്ഫോമിൽ വന്ന് പറയും. പബ്ലിക് പ്ലാറ്റ്ഫോം അല്ല, വഴി കൂടെ പോകുന്നവരെ ഈ പബ്ലിക് പ്ലാറ്റ്ഫോമിലുള്ള ഒരു പെണ്ണുങ്ങളെക്കുറിച്ച് നിങ്ങളിങ്ങനെ പറയുകയാണെങ്കിൽ വഴി കൂടെ ഒരു പെണ്ണ് പോകുമ്പോൾ അതിനെക്കുറിച്ച് നിങ്ങളൊക്കെ മനസ്സിലിങ്ങനെ വിചാരിക്കും. ആരുമില്ലാത്തൊരു സ്ഥലത്ത് ഒരു പെണ്ണിനെ ഒറ്റയ്ക്ക് കിട്ടിയാൽ നീയൊക്കെ എന്തൊക്കെ ചെയ്യും? അപ്പം നീയൊക്കെ ഒരു വയസ്സുള്ള കുഞ്ഞാണോ, 6 മാസമുള്ള കുഞ്ഞാണോ, അല്ലെങ്കിൽ ഒരു പെണ്ണെന്ന് എഴുതി കാണിച്ചു കഴിഞ്ഞാൽ നിനക്കൊക്കെ അത് മതിയെന്നറിയാം. അത് കുറേ സപ്പോർട്ട് ചെയ്യാനായിട്ട് കുറേ പെണ്ണുങ്ങളുമുണ്ട്. ഷോൾ ഇടണം, മറ്റതിടണം, മറിച്ചതിടണം. ഡ്രസ്സിങ്ങൊക്കെ അവരവരുടെ ഇഷ്ടമാണ്.
അവരവരുടെ ഇഷ്ടമാണ്. അവരുടെ ശരീരഭാഗം ഒന്നും വെളിയിൽ കാണിച്ചിട്ടില്ല. അവർ മാന്യമായിട്ടുള്ള ഡ്രസ്സും കാര്യങ്ങളും ഇട്ടിട്ടാണ് അവർ വീഡിയോ ചെയ്തിട്ടുള്ളത്. അല്ലാതെ അവർ മറ്റേത് കാണിച്ചിട്ടോ മനസ്സത് കാണിച്ചിട്ടോ ഒന്നുമല്ല വീഡിയോ ചെയ്തത്. ഇപ്പം ഇവിടെ കുറേ ആൾക്കാരൊക്കെ പറയുമല്ലോ റേപ്പ് മറ്റേത് നടക്കുമ്പോഴത്തേക്ക് അവർ കാണിച്ചുകൊണ്ട് നടത്തണം. ഇതെന്താണ് ഇത്? എനിക്ക് ഇതിനെയൊക്കെ ഒരു റേപ്പിന് തുല്യമായിട്ട് മാത്രമേ പറയാൻ പറ്റത്തുള്ളൂ. അല്ലാതെ കാരണം അങ്ങനെ പറഞ്ഞപ്പോൾ ഒരു അമ്മയാണ് അവർ. ഒരമ്മ എന്ന് പറഞ്ഞാൽ നിനക്കൊക്കെ അതിൻ്റെയൊക്കെ വാല്യൂ അറിയുമോ എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത്. കാരണം എന്താണെന്ന് വെച്ചാൽ ഒരമ്മ കഷ്ടപ്പെട്ട ഒരു കുഞ്ഞ് വയറ്റിലാകുമ്പോൾ മുതൽ അനുഭവിക്കുന്ന കുറേ കാര്യങ്ങളാണ്. അതിൻ്റെ ഛർദിൽ കാണും, അതിൻ്റെ ബുദ്ധിമുട്ട് കാണും. ആ ഒരു 9 മാസം എന്ന് പറഞ്ഞാൽ അതൊക്കെ ഓക്കെ കഷ്ടപ്പെട്ട് പ്രസവിച്ച് എല്ലാം കഴിഞ്ഞ് അത് കഴിഞ്ഞിട്ട് ഉറക്കമില്ലാത്ത കുറേ രാത്രികളാണ്. അവരുടെ മക്കൾക്ക് വേണ്ടിയിട്ടുള്ള പാലാണ് അവരുടെ ശരീരത്തുണ്ടാവുന്നത്. അറിയാവോ? അതൊക്കെ നീയൊക്കെ മനസ്സിലാക്കി. എനിക്ക് ഇതൊന്നും പറഞ്ഞാൽ പോരാ ഗൈസ്, ഇതിൻ്റെ അപ്പുറം എനിക്ക് പറയാനുണ്ട്. ഇവന്മാരെ സപ്പോർട്ട് ചെയ്യാൻ വരുന്ന കുറേ പെണ്ണുങ്ങളുണ്ട്, അവരെയാണ് എനിക്ക് ആദ്യം അടിക്കാൻ തോന്നുന്നത്. നിന്നെയൊക്കെ നോക്കി ഒരുത്തൻ ഇങ്ങനെ പറയുവാണെങ്കിൽ നീയൊക്കെ ഇങ്ങനെ പറയുമോ? ആശ, ഞാൻ ഷാൾ ഇടാത്തതുകൊണ്ടാണ് എന്നെ ഇങ്ങനെ ഒരാൾ അല്ലെങ്കിൽ എനിക്കെതിരെ ഇങ്ങനെ പറഞ്ഞത്, സോറി ഞാൻ ഷോൾ ഇട്ടോളാം എന്ന് നീയൊക്കെ പറയുമോ? ഇല്ലല്ലോ. ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ ദിയാകൃഷ്ണൻ്റെ ഇഷ്യൂ, മറ്റുള്ള വഴിയെ പോകുന്നവരെയൊക്കെ അമ്മയെന്ന് വിളിക്കാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞതിനൊക്കെ എതിരെ നമ്മളൊക്കെ ഭയങ്കരമായിട്ട് റിയാക്ട് ചെയ്യുന്നു, ഭയങ്കരമായിട്ട് സംസാരിക്കുന്നു. പക്ഷെ ആദ്യമൊക്കെ ഇതുപോലെയുള്ള കൃമി പിടിച്ചവന്മാരെയൊക്കെ നമ്മൾ എടുത്ത് തോട്ടിൽ കളഞ്ഞെങ്കിൽ മാത്രമേ നമ്മുടെ ഈ നാട് നന്നാവത്തുള്ളൂ. കുറേ അവന്മാർ എന്തിനെ കണ്ടാലും ഈ ഒരു കണ്ണോടെ കാണുന്ന നീയൊക്കെ ഉണ്ട്. പിന്നെ ഇവന്മാർക്കൊക്കെ അറിയാം എന്തൊക്കെ ചെയ്താലും, ഒരു പെണ്ണിനെ ഉപദ്രവിച്ചാലും അല്ലെങ്കിൽ ഒരു പെണ്ണിനെ റേപ്പ് ചെയ്തെന്ന് പറഞ്ഞു കഴിഞ്ഞാലും അവിടെ കൊണ്ടിടും. എന്നിട്ട് ശിക്ഷയൊന്നുമില്ല. ഇപ്പം മറ്റേ ഗോവിന്ദച്ചാമിയൊക്കെ നല്ല സുഖമായിട്ട് ഫുഡും കഴിച്ച് പിന്നെ വേതനം കൂട്ടിയിട്ടുണ്ടല്ലോ. ഇപ്പം ജയിലിലെ വേതനവും കാര്യങ്ങളും ഒക്കെ കൂട്ടിയിട്ടുണ്ടല്ലോ. അതുകൊണ്ട് ഫുഡും കഴിച്ച് ഷെൽട്ടർ അവന്മാർക്ക് റെൻറ്റിനും പൈസയും കൊടുക്കണ്ട, ഷെൽട്ടറും ഉണ്ട്, ഫുഡും ഉണ്ട്. പണി ചെയ്യുന്നതിൻ്റെ ഇറങ്ങി വരുമ്പം ബാക്കിയുള്ള കാലം ജീവിക്കാനുള്ള പൈസയുണ്ട്. പിന്നെ ഇവന്മാരൊക്കെ വിചാരിക്കുക ഇപ്പോൾ ഒരു പെണ്ണിനെ റേപ്പ് ചെയ്ത് ആ സുഖവും കിട്ടും, പിന്നെ അവിടെ പോയി നല്ല സുഖമായിട്ട് ജീവിക്കുകയും ചെയ്യാം. ഒരു വേറെ ഷെൽട്ടറില്ലാതെ നടക്കുവോ വിറക്കുവോ ഒന്നും വേണ്ട. അവിടെയുള്ള പണിയെടുത്ത് ഇറങ്ങി വരുമ്പോൾ ബാക്കി ജീവിക്കാനുള്ള പൈസയും കൈ കാണും. ഇതാണ് നമ്മുടെ നിയമം ഇന്നത്തെ ഇവിടെ. അതൊന്നും നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. ആസ് എ ഗേൾ അല്ലെങ്കിൽ ഒരു പെണ്ണെന്ന നിലയിൽ എനിക്ക് ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. ഗൈസ്, എനിക്ക് ഒരുപാട് പറയണമെന്നുണ്ട്. എനിക്ക് ഭയങ്കര ഫ്രസ്ട്രേറ്റഡ് ആയിപ്പോയി. ശരിക്കും പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ഫ്രസ്ട്രേറ്റഡ് ആയിപ്പോയി. ഒരു മുല ഒട്ടുന്ന ഒരു അമ്മയെ നോക്കി ഇവനൊക്കെ പറയാൻ പറ്റുന്നതാണ്. ശരിക്കും പറഞ്ഞാൽ ഇതാര് റിയാക്ട് ചെയ്യണമെന്നറിയാമോ? ഷഫീന ബീബി എന്ന് പറയുന്ന ആൾ റിയാക്ട് ചെയ്യണം. അപ്പോൾ ഇവന്മാർക്കൊക്കെ നല്ല അടിപൊളിയായിട്ട് കൊടുത്ത് റിയാക്ട് ചെയ്യും. സീരിയസ്ലി. അപ്പം എനിക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. പല വേർഡുകളും പല കാര്യങ്ങളും ഇല്ലെങ്കിൽ ഞാൻ ഇവിടെ കൊടുത്തുകൊണ്ടിരിക്കുന്ന പല മെസ്സേജസുകളും വായിക്കാൻ എനിക്ക് ബുദ്ധിമുട്ടുള്ള ഒരാളാണ്. അതുകൊണ്ട് മാത്രമാണ് ഞാൻ വായിക്കാത്തത്. ബട്ട് ലിറ്ററലി നിനക്കൊക്കെ നിൻ്റെ അമ്മയ്ക്കും നിൻ്റെ പെങ്ങൾക്കും നിൻ്റെ വീട്ടിൽ ഇരിക്കുന്നവർക്കും വരുമ്പോഴാണ് ഇങ്ങനെ ഉറപ്പായിട്ടും വരുമ്പോഴാണ് നിനക്കൊക്കെ ഇതിൻ്റെ ബുദ്ധിമുട്ടറിയത്തുള്ളൂ. മറ്റുള്ള സ്ത്രീകളെ നോക്കി ഇങ്ങനെ പറയുന്നതിൻ്റെ ബുദ്ധിമുട്ടറിയത്തുള്ളൂ. സ്വന്തം അമ്മയോടൊന്നും ഒരു വികാരവും അല്ലെങ്കിൽ സ്വന്തം അമ്മയെന്നുള്ള ഒരു ഇതും ഇല്ലാത്തവന്മാരൊക്കെയാണ് ഇങ്ങനെ വന്ന് കമൻറ്റ് ചെയ്യുന്നത്. ഞാൻ പറയട്ടെ, ഇവന്മാരൊക്കെ ഈ ഫേക്ക് അക്കൗണ്ടിൽ നിന്നാണ് ഇവന്മാരൊക്കെ കമൻറ്റ് ചെയ്യുന്നത്. ധൈര്യം ഉണ്ടെങ്കിൽ സ്വന്തം അക്കൗണ്ടിൽ നിന്ന് വന്ന് ഒന്ന് കമൻറ്റ് ചെയ്യും. നീയൊക്കെ കമൻറ്റ് ചെയ്യും ധൈര്യം ഉണ്ടെങ്കിൽ. നിനക്കൊക്കെ മറ്റേ ഒളിച്ചിരുന്ന് റൂമിനകത്തിരുന്ന് പല അക്കൗണ്ടിൽ നിന്ന് വന്നിട്ട് ഇങ്ങനെ മെസ്സേജുകൾ ഇടാനല്ലേ കഴിയത്തുള്ളൂ. ഇവനെയൊക്കെ കെട്ടാൻ പോകുന്ന പെണ്ണുങ്ങളുടെ അവസ്ഥ, സീരിയസ്ലി ഇവനെയൊക്കെ കെട്ടാൻ പോകുന്ന പെണ്ണുങ്ങളുടെ അവസ്ഥ, നിനക്കൊക്കെ ഉണ്ടാവുന്ന മക്കളുടെ അവസ്ഥ, നിൻ്റെയൊക്കെ തള്ളയുടെയും തന്തയുടെ അവസ്ഥ. എന്നാലും ഗൈസ് എനിക്ക് ഇത്രയല്ല, ഇതിലധികം പറയാനുണ്ട്. പക്ഷേ എന്തൊക്കെയോ വന്ന് തടഞ്ഞു നിൽക്കുന്നു. അങ്ങനെ പറയാൻ പറ്റുന്നില്ല. പക്ഷേ സോ ചീപ്പെന്ന് തന്നെ പറയാം.
അക്കൗണ്ടുകൾ എനിക്ക് എടുത്തെടുത്ത് പറയണമെന്നുണ്ട്. പക്ഷേ എൻ്റെ കയ്യിൽ ഫോൺ ഇല്ലാത്തതുകൊണ്ടാണ് ഗൈസ്. ആകെപ്പാടെ ഒരു ഫോണേ ഉള്ളൂ, എൻ്റെ ഹസ്ബൻഡിൻ്റെ ഫോണ്. അപ്പോൾ ഹസ്ബൻഡ് ഇപ്പോൾ ഓഫീസിലാണ്, അപ്പം ഹസ്ബൻഡിൻ്റെ ഫോണില്ല. അപ്പം ഉണ്ടായിരുന്നെങ്കിൽ ഞാനിങ്ങനെ എടുത്തെടുത്ത് കാണിച്ച് അവന്മാരുടെ പേര് പറഞ്ഞിട്ട് കാര്യമില്ല, ഫേക്ക് അക്കൗണ്ടിൽ നിന്നാണല്ലോ അവന്മാരൊക്കെ കാണിച്ചുകൊണ്ടിരിക്കുന്നത്, അത് വേറെ കാര്യം. പക്ഷെ അവർ റിയാക്ട് ചെയ്തൊരു രീതിയുണ്ട്. അവർ പറയുന്നുണ്ട് ഒരു പാല് വരുന്നത് എങ്ങനെയാണെന്ന് അറിയുമോ, അതായത് ഒരമ്മയുടെ ബ്ലഡിൽ നിന്ന് ന്യൂട്രീഷ്യൻസും അതുപോലെയുള്ള എല്ലാ സംഭവവും ഊറ്റിയെടുത്തിട്ടാണ് അത് വരുന്നതെന്നാണ് പറയണത്. ഒരു അമ്മയോട് എങ്ങനെ പറയാൻ തോന്നുന്നെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. എങ്ങനെ അങ്ങോട്ട് നോക്കാൻ തോന്നുന്നു എന്നുള്ളതാണ് എൻ്റെ ഒരു അവസ്ഥ. ഈവൻ നോക്കിയാൽ പോലും എങ്ങനെ പറയാൻ തോന്നുന്നു നിനക്കൊക്കെ. ആദ്യം മനസ്സിലാക്കുക, നീയും ഇതൊക്കെ കുടിച്ച് അല്ലെങ്കിൽ ഒരമ്മയുടെ ഇതുപോലൊരു സ്ത്രീയുടെ വയറ്റിൽ നിന്നാണ് വന്നത്, അല്ലാതെ ഭൂമി പൊട്ടിപ്പിളർന്ന് വന്നതൊന്നുമല്ല. ഓക്കെ, അപ്പോൾ ഗൈസ് എനിക്ക് ഇത്രയൊക്കെ പറയാനുള്ളൂ. ഇതിൽ കൂടുതൽ പറയാനുണ്ട്, ഞാൻ പറഞ്ഞില്ലേ, സംതിങ് ഇസ് എന്നെ സ്റ്റക്കാക്കുന്നു. സോ എന്തായാലും അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം. ഇപ്പം ആക്ച്വലി നമ്മൾ വീഡിയോ ചെയ്യുന്നൊരു ടൈമും കാര്യങ്ങളും ഒന്നുമല്ല. കുറേ പ്രശ്നങ്ങളുണ്ട് ഈ വീഡിയോയ്ക്ക്. കാരണം ബാക്ക്ഗ്രൗണ്ട് ഓക്കെ അല്ല, പിന്നെ ക്ലാരിറ്റിക്ക് കുറച്ച് ഇഷ്യൂസ് കാണും, അങ്ങനെയൊക്കെ കാണും. പക്ഷെ നിങ്ങൾ അതൊക്കെ ഒന്ന് സഹിച്ചിട്ട് വേണം ഈ ഒരു വീഡിയോ കാണാൻ. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും ഷെയറും